എല്ലാ ഇൻവെസ്റ്റേഴ്സിനും എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് യെസ് ബാങ്ക് എന്ന് പറയുന്ന ഒരു സ്റ്റോക്കിനെ കുറിച്ചാണ്. ഇതൊരു എഡ്യൂക്കേഷൻ വീഡിയോ ആയിട്ട് മാത്രം കാണുക. ഇത് ഒരു ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. ചില പർട്ടിക്കുലർ റേഞ്ച് വന്നാൽ അതിൽ താഴെ വന്നാലും ഓഹരി വില താഴുമെന്നും മുകളിലേക്ക് ചില റേഞ്ചുകളിലേക്ക് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഓഹരി വില മുകളിലേക്ക് പോകുമെന്നും ഉള്ളതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആയിട്ട് മാത്രമേ ഇതിനെ കാണുക. നിങ്ങൾക്ക് ഒരു ബൈ സെൽ റെക്കമെൻഡേഷൻ വേണമെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ബ്രോക്കറുമായിട്ട് കൺസൾട്ട് ചെയ്തോ, അതുമല്ലെങ്കിൽ നിങ്ങൾ സ്വയം ഒരു അനലൈസേഷൻ നടത്തിയിട്ടോ മാത്രം ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളിപ്പോൾ കാണുന്നത് ഫ്രണ്ടിൽ ഇപ്പോൾ കാണുന്ന ചാർട്ടാണ് യെസ് ബാങ്കിൻ്റെ ചാർട്ടാണ്. യെസ് ബാങ്ക് നമുക്ക് നോക്കിയാൽ കാണാം, ഏകദേശം ഫെബ്രുവരി മാസത്തിലാണ് നല്ലൊരു വോളിയം ക്രിയേറ്റ് ചെയ്തിട്ട് നന്നായിട്ട് കയറി. അതിനുശേഷം ഈ ലാസ്റ്റ് ട്രേഡിങ് ദിവസമാണ് നല്ല വോളിയം ക്രിയേറ്റ് ചെയ്തത്. കണ്ടോ, ഇവിടെ ഫെബ്രുവരിയിൽ ഈ വർഷത്തെ ഫെബ്രുവരിയിൽ നല്ല വോളിയം ഉണ്ടായിരുന്നു, നന്നായിട്ട് കയറി. അതുകൂടാതെ ഇത്രയും വോളിയം വന്ന ദിവസം ലാസ്റ്റ് ട്രേഡിങ് ഡേ ആണ് ഇത്രയും വോളിയം വന്നിട്ടുള്ളത്. നല്ല വോളിയം ഉണ്ട്. ഈ വോളിയം എന്ന് പറയുന്നത് ഇവിടെ ഒരു ചെറിയൊരു കൺസോളിഡേഷൻ രൂപപ്പെട്ടിട്ടുണ്ട്. ഏകദേശം ഒരു 2 മാസത്തോളമാണ് ഈ കൺസോളിഡേഷൻ ഉണ്ടായത്, ചെറിയ ക്യാൻഡിൽ. ആ ക്യാൻഡിലിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ഒരു വലിയ ക്യാൻഡിൽ ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. ഇത്രയുമാണ് നമുക്കൊരു ഇൻട്രാഡേ ചാർട്ട് വെച്ച്, അതായത് ഇത് ഒരു ക്യാൻഡിൽ ഒരു ദിവസത്തെ ആണ് മെൻഷൻ ചെയ്തത്. അപ്പോൾ ഇത്രയുമാണ് നമുക്കൊരു ഇൻട്രാഡേ ചാർട്ട് വെച്ചിട്ട് കാണാൻ കഴിയുന്ന വസ്തുതകൾ. വേറെ പ്രത്യേകിച്ച് നമുക്ക് ഒന്നും കാണാനായിട്ട് സാധിക്കുന്നില്ല ഇതിൽ. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു വീക്കിലി ചാർട്ട് വ്യൂയിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു വീക്കിലി ചാർട്ട് വ്യൂ ആണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഒരു വീക്കിലി ചാർട്ട് വ്യൂവിലും നമ്മൾ നോക്കിയാലറിയാം ഇവിടെ നല്ല വോളിയം ഉണ്ട്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വോളിയം ഫെബ്രുവരി മാസത്തിലുണ്ട്. വീക്കിലി ക്യാൻഡിൽ അടുത്ത ദിവസം തിങ്കളാഴ്ചയാണ് വരുന്നത്, നെക്സ്റ്റ് ഡേ. അപ്പോൾ ഇതൊരു വീക്കിലി ക്യാൻഡിൽ, നല്ലൊരു വലിയൊരു ഗ്രീൻ ക്യാൻഡിലാണ് വീക്കിലി ക്ലോസിങ്ങും വന്നിട്ടുള്ളത് കാര്യങ്ങൾ. ഇനി അടുത്ത കാര്യങ്ങളെന്ന് വെച്ചാൽ നമുക്ക് വേറൊരു കാര്യം ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കാര്യമുണ്ട്. അത് നമുക്ക് ഇവിടെ ഒരു മാർക്ക് ചെയ്ത് നോക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത്. ഏകദേശം ഒരു 22-21 റേഞ്ച് എന്നുള്ളത്. ഇവിടെ ഒരു നല്ല സപ്പോർട്ട് ഏരിയ. ഇത് നമുക്കൊന്ന് ബാക്കിലേക്ക് നീട്ടി വരച്ചാൽ അതായത് ഇവിടെ ഇതൊരു റെസിസ്റ്റൻസ് ആയിരുന്നു. ഇവിടെ റെസിസ്റ്റൻസ് ആയിരുന്നു. ഒരു 5-6 ക്യാൻഡിൽ വീക്കിലി ക്യാൻഡിൽ ഇവിടെ വന്ന് നിന്നു. അതുകൂടാതെ ഒരു ചെറിയൊരു കൺസോളിഡേഷൻ വന്നു. അതിനുശേഷം ഇവിടെയും ഒരു 4 ക്യാൻഡിലോളം ഈ റേഞ്ചിൽ നിന്ന്. അതുകൂടാതെ ബ്രേക്ക് ചെയ്ത് പോയി. അതുകൂടാതെ റീടെസ്റ്റിന് വന്നു. അപ്പോൾ ഇതൊരു മേജർ വീക്കിലി നമ്മൾ നോക്കുമ്പോൾ മേജർ സപ്പോർട്ട് സോണാണ് ഈ സോൺ എന്ന് പറയുന്നത്. ഈ സോൺ എന്ന് പറയുന്നത് ഒരു മേജർ സപ്പോർട്ട് സോണാണ്. എത്രയോ തവണയാണ് ഈ റേഞ്ചിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഇവിടെ ടച്ച് ചെയ്തു, ഇവിടെ ക്യാൻഡിൽ താഴേക്ക് വന്നു, പക്ഷെ ക്ലോസിങ് നടന്നിട്ടില്ല, ജസ്റ്റ് താഴേക്ക് വന്നുള്ളൂ. ഇവിടെയൊക്കെ ടച്ച് ചെയ്ത് വന്നു. ഇവിടെ 2 ക്യാൻഡിൽ, 3 ക്യാൻഡിൽ, 4 ക്യാൻഡിൽ, 5 ക്യാൻഡിൽ. അപ്പോൾ ഇതൊരു മേജർ സപ്പോർട്ട് സോണായിട്ടാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത് വീക്കിലി ക്യാൻഡിൽ വയ്ക്കുമ്പോൾ. ഇനി നമുക്ക് ഇതിൽ ഒരു മന്ത്ലി വ്യൂയിലേക്ക് ഒന്ന് പോകാം. മന്ത്ലി വ്യൂ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ കൺസോളിഡേഷൻ റേഞ്ചാണ് മന്ത്ലി ക്യാൻഡിലും ഒരു അപ്സൈഡ് മൊമെൻ്റാണ്. അതായത് ഈ കൺസോളിഡേഷൻ റേഞ്ചിൻ്റെ മുകളിലാണ് മന്ത്ലിയും ഇത് ക്ലോസ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതൊരു അപ്സൈഡ് മൊമെൻറ്റത്തിന് നമുക്കൊരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഒരു ലോങ് ടേം വ്യൂയിലേക്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്കുണ്ടെങ്കിൽ ഇത് പരിഗണിക്കാവുന്നതാണ്. പക്ഷേ ഇത് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു റെസിസ്റ്റൻസ് സോണായിട്ടാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. നമ്മൾ ഇൻട്രാഡേ വ്യൂവിൽ നമ്മൾ നോക്കിയാൽ നല്ല വോളിയം ഉണ്ട്, വലിയൊരു ക്യാൻഡിൽ. അപ്പോൾ നമ്മൾ ഇൻട്രാഡേ വ്യൂ നോക്കുമ്പോൾ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻ്റാണ് നമുക്ക് കാണുന്നത്. പ്ലസ് ഒരു കൺസോളിഡേഷൻ റേഞ്ച് ബ്രേക്ക് ഔട്ട് ചെയ്ത് നിൽക്കുന്നു. വീക്കിലി വ്യൂവിൽ നമ്മൾ നോക്കുമ്പോഴോ അതിലും വീക്കിലി ക്യാൻഡിൽ ഒരു ഗ്രീൻ ക്യാൻഡിലാണ് വന്നു നിൽക്കുന്നത്. പ്ലസ് നമ്മൾ നോക്കിയാൽ ഒരു 21-22 റേഞ്ചിൽ നല്ല സപ്പോർട്ട് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത വീക്കിലി കാണും. നമ്മൾ മന്ത്ലിയിലേക്ക് വന്ന് നോക്കിയാലോ ഈ റേഞ്ചിൽ ഇത് ട്രേഡ് ചെയ്തിട്ട് താഴ്ന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഈ റേഞ്ചിൽ വരുമ്പോൾ ഏകദേശം ഒരു 26-28 വരുമ്പോൾ ആ റേഞ്ച് എന്ന് പറയുന്നത് ഒരു മേജർ റെസിസ്റ്റൻസ് സോണായിട്ട് ഇവിടെ ആക്ട് ചെയ്യും. നമ്മൾ ഒരു മന്ത്ലി ചാർട്ട് വ്യൂവിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമുക്കൊരു മേജർ റെസിസ്റ്റൻസ് സോണായിട്ട് ഇത് ആക്ട് ചെയ്യും. 26-28 എന്ന് പറയുന്ന ഈ റേഞ്ച് 26-28 ഈ റേഞ്ചിന് മുകളിൽ ഒരു ക്ലോസിങ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും
ക്ലിയർലി ഇതൊരു അപ്സൈഡ് ആയിട്ട് പ്രതീക്ഷിക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 41 വരെയെങ്കിലും ഇതിനൊരു ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്കൊരു ത്രിശങ്കു സ്വർഗം ആണെന്ന് നമുക്ക് പറയാം ഈ റേഞ്ചിനുള്ളിൽ. അപ്പോൾ ഇൻട്രാഡേ വയ്ക്കും നോക്കുമ്പോൾ നമുക്കൊരു അപ്സൈഡ് കിട്ടും. അത് ചിലപ്പോൾ ഇവിടെ 28 വരെ കിട്ടുമായിരിക്കാം. പക്ഷേ വീക്കിലി വരുമ്പോൾ ഈ റേഞ്ച് കടക്കാണ്ട് നമുക്കൊരു മുകളിലേക്ക്, അതായത് ഈ 28 മുകളിൽ ഒരു വീക്ക് മന്ത്ലി ക്യാൻഡിൽ ക്ലോസിങ് കിട്ടാതെ നമുക്കൊരു അപ്സൈഡ് മൊമെൻറ്റം ഇതിൽ പ്രതീക്ഷയ്ക്ക് വകയില്ല. അപ്പോൾ ഈ റേഞ്ചിൽ നമുക്ക് ഒരു ശ്രദ്ധിക്കേണ്ട ഒരു റേഞ്ചാണ്. പക്ഷേ ഇവിടെയും നമുക്ക് ഒരു മേജർ നല്ലൊരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അതായത് വീക്കിലി ക്യാൻഡിൽ വന്ന ആ സപ്പോർട്ട് സോൺ തന്നെയാണ് ഇത് ഇവിടെയും നമുക്ക് വന്നിരിക്കുന്ന ഒരു സപ്പോർട്ട് ഏരിയ. അതായത് ഈ സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് ഒരു 21 അല്ലെങ്കിൽ 22 ഇതിൻ്റെ ഒരു മേജർ സപ്പോർട്ട് സോണായിട്ട് ഇതിലും ആക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ 28 മുകളിൽ ഒരു മന്ത്ലി ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ ഇതൊരു നമുക്കൊരു 41 വരെയെങ്കിലും നമുക്കൊരു പ്രതീക്ഷയ്ക്ക് ഇമ്മീഡിയറ്റ് ടാർഗറ്റ് ഇവിടം വരെ ഒരു പ്രതീക്ഷയ്ക്ക് വക ഉണ്ട്. അപ്പോൾ ഒരു ലോങ് ടേം വ്യൂ, ഇതൊരു ലോങ് ടേം വ്യൂയോട് പറയണം. മന്ത്ലി ചാർട്ടാണ് ലോങ് ടേം വ്യൂ ആണ് പറയുന്നത്. അപ്പോൾ ലോങ് ടേം വ്യൂവിൽ പരീക്ഷിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ അത്തരം ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ കയ്യിൽ ഉള്ള ഇൻവെസ്റ്റേഴ്സ് വെയിറ്റ് ചെയ്യുക. അതായത് 21, 22 താഴെ ക്ലോസ് ചെയ്യുന്നുണ്ടോ എന്ന് വാച്ച് ചെയ്യുക. അത് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റേഞ്ചിൽ വിറ്റുമാറുക, അത്രേ പറയാനുള്ളൂ. പക്ഷേ ഇതിന് മുകളിൽ 28 മുകളിൽ ഒരു ക്ലോസ് നമുക്ക് മന്ത്ലി ക്യാൻഡിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇമ്മീഡിയറ്റ് ടാർഗറ്റ് ഒരു 40-41 എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് യെസ് ബാങ്കിനെ കുറിച്ച് നമ്മൾ ഓരോ ചാർട്ടും വെച്ച്, അതായത് ഇൻട്രാഡേ ചാർട്ടും വീക്കിലി ചാർട്ടും മന്ത്ലി ചാർട്ടും വെച്ച് നമ്മൾക്ക് കാണാൻ കഴിയുന്ന ഒരു വസ്തുവാണ്. അപ്പോൾ ഇത്രയുമാണ് യെസ് ബാങ്കിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത സുഹൃത്തിന് ഒന്ന് ഷെയർ ചെയ്താൽ അവനും ഇത് ഉപകാരപ്രദമായിരിക്കും.